വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു വിധവയായ സ്ത്രീയെ കൊണ്ട് കുഞ്ഞിനെ ഇങ്ങനെ ദൈവനാമം വിളിക്കുന്ന ചടങ്ങ് നടത്തിക്കുന്നത് ശരിയാണോ തിരുമേനി എന്ന് സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം ഒരു നിമിഷം എല്ലാവരും ഒന്ന് ശങ്കിച്ച് നിൽക്കുമ്പോൾ ഇന്നാ മോളെ എന്നും പറഞ്ഞ് പ്രീതിയുടെ കയ്യിലേക്ക് വസുമതി കുഞ്ഞിനെ ഏൽപ്പിക്കാൻ തുടങ്ങുമ്പോൾ വേണ്ടമ്മേ എന്ന് പറഞ്ഞ ശേഷം തിരുമേനിയോട് പ്രീതി പറയുകയാണ്, എൻ്റെ കുഞ്ഞിൻ്റെ ചെവിയിൽ ദൈവനാമം വിളിക്കുന്നുണ്ടെങ്കിൽ അത് വസുമതി അമ്മ തന്നെ ആയിരിക്കും, വൈദവ്യം ഒരു ദോഷമല്ലല്ലോ തിരുമേനി എന്ന് ചോദിക്കുകയാണ്. അന്നേരം സത്യഭാമ ഒന്നും മിണ്ടുന്നില്ല. തുടർന്ന് തിരുമേനി പറയുന്നുണ്ട്, അത് ഒരു ദോഷമല്ല, ശാസ്ത്രങ്ങളിലും അങ്ങനെയൊന്നും പറയുന്നില്ല, മനുഷ്യർ ഓരോരുത്തരാക്കി ഉണ്ടാക്കി വെക്കുന്ന ആചാരങ്ങളല്ലേ, അതിനൊന്നും പ്രശ്നമില്ല എന്ന് പറയുകയാണ്. തുടർന്ന് വിളിച്ചോളൂ വസുമതി എന്ന് ഭാമ പറയുമ്പോൾ കുഞ്ഞിൻ്റെ ചെവിയിൽ കാതുകളിലേക്ക് ദൈവനാമം വസുമതി വിളിക്കാനായിട്ട് പോകുന്നുണ്ട്. അതിന് മുന്നേ ഒരു ദഹിപ്പിക്കുന്ന നോട്ടം സുസ്മിതയെ വസുമതി ഒന്ന് നോക്കുന്നുണ്ട്. അന്നേരം തൻ്റെ പണി പാളിയ അവസ്ഥയിൽ അങ്ങ് ആകെ നാണിച്ച് സുസ്മിത നിൽക്കുന്നുണ്ട്. തുടർന്ന് ദൈവനാമം കുഞ്ഞിൻ്റെ കാതിൽ വസുമതി 3 വട്ടം വിളിക്കുകയാണ്. അതിനുശേഷം കുഞ്ഞിനെ അർജുൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. അന്നേരം തിരുമേനി പറയുന്നുണ്ട്, ഇനി കുഞ്ഞിൻ്റെ പേര് ചൊല്ലി വിളിക്കാമെന്ന്. അന്നേരം ഒരു ചെവിയിൽ വെറ്റില വെച്ച ശേഷം അർജുൻ കുഞ്ഞിൻ്റെ ചെവിയിൽ ശ്രീ പാർവതി എന്ന് വിളിക്കുകയാണ്. അന്നേരം ആ പേര് കേൾക്കുമ്പോൾ സത്യഭാമയുടെ കണ്ണും മനസ്സും ഒക്കെ നിറഞ്ഞ് നന്ദം വിട്ട് സത്യഭാമ നോക്കുകയാണ്. രാഘവൻ നായരെ നോക്കി സത്യഭാമ ശ്രീ പാർവതി എന്നിങ്ങനെ 1-2 വട്ടം പറയുന്നുണ്ട്. അന്നേരമാണ് ശാലിനി പറയുന്നത്, സത്യാമ്മ അർജുനേട്ടൻ പറഞ്ഞിരുന്നു പിറക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ സത്യാമ്മയുടെ അമ്മയുടെ പേര് തന്നെ ഇടുമെന്ന്. അന്നേരം അത് കേൾക്കുമ്പോൾ സത്യാമ്മയ്ക്കും രാഘവൻ നായർക്കും ഒക്കെ സന്തോഷമാവുകയാണ്. വസുമതിയും വിഷ്ണുവും എല്ലാവരും സന്തോഷത്തിലാണ്. അതിനുശേഷം ആ ചടങ്ങ് അവിടെ പൂർണ്ണമാകുന്നത് മനോഹരമായിട്ട് നടക്കുകയാണ്. അതിനുശേഷം വിഷ്ണുവും ഒന്ന് ദേഷ്യത്തോടു കൂടി സുസ്മിതയെ നോക്കുന്നുണ്ട്. സുസ്മിതയ്ക്ക് ഈ പണിയും അവിടെ പാളിയത് സുസ്മിത അങ്ങ് ദേഷ്യത്തോടും നിരാശയിലും ഒക്കെ നിൽക്കുകയാണ്. തുടർന്ന് സത്യഭാമ കുഞ്ഞിനെ അരഞ്ഞാണം വിട്ടു കൊടുക്കുകയാണ്. അതിനുശേഷം കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുവന്ന് രാഘവൻ നായർ പറയുമ്പോൾ ശ്രീപാർവതി എന്ന് വിളിച്ചെടുത്തുകൊണ്ട് സത്യഭാമ രാഘവൻ നായരുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ രാഘവൻ നായർ പിള്ളയെ വിളിച്ച് ഒരു മാല കുഞ്ഞിൻ്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇതേസമയം വിഷ്ണുവേട്ടൻ അതിങ്ങ് എടുക്കുന്ന ശാലിനി പറയുമ്പോൾ പോക്കറ്റിൽ നിന്നും വിഷ്ണു 2 വളയും കാത്തളയും എടുക്കുകയാണ്. തുടർന്ന് വള ശാലിനി കൊണ്ടുപോയി കുഞ്ഞിൻ്റെ കൈകളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അന്നേരം കാത്തള വിഷ്ണു കൈ തന്നെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇനി അമ്മാവൻ്റെ വക എന്ന് പറഞ്ഞിട്ട് 2 കാലുകളിലേക്കും താളയും വിഷ്ണു ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കുഞ്ഞിനെ ഉമ്മയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് എല്ലാവരും സമ്മാനങ്ങളൊക്കെ നൽകിയ ശേഷം സുസ്മിത ഒരു കുഞ്ഞു മോതിരം എടുക്കുകയാണ്. എന്നിട്ട് അതിങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് സ്വയം പറയുന്നുണ്ട്, ഇത് കണ്ടിട്ടെങ്കിലും ഭാമാൻ്റെ വിചാരിക്കട്ടെ എനിക്ക് ദാരിദ്ര്യമാണെന്ന്. അതും പറഞ്ഞുകൊണ്ട് സത്യഭാമൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ആൻറ്റി എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ എന്നും പറഞ്ഞാൽ മോതിരം നിവർത്തി കാണിക്കുകയാണ്. അന്നേരം സമ്മാനത്തിൻ്റെ വലിപ്പത്തിലോ വിലയിലോ ഒന്നുമല്ല കാര്യം, അത് കൊടുക്കാനുള്ള മനസ്സാണ് സുസ്മിതയെ വേണ്ടത് എന്നിങ്ങനെ ഭാമ ചിരിച്ചുകൊണ്ട് പറയുകയാണ്. അന്നേരം അതും ചീറ്റിപ്പോയല്ലോ, എനിക്ക് കഷ്ടകാലമാണല്ലോ എന്നും പറഞ്ഞ് സുസ്മിത കുഞ്ഞു വിരലിലേക്ക് മോതിരം ഇട്ട് കൊടുക്കുന്നുണ്ട്. സന്തോഷമൊക്കെ അഭിനയിച്ചാണ് സുസ്മിത ഇട്ട് കൊടുക്കുന്നത്. അന്നേരം സുസ്മിത അവിടെയും പരാജയപ്പെട്ടപ്പോൾ വിഷ്ണുവും ശാലിനിയും വസുമതിക്കും ഒക്കെ അങ്ങ് സന്തോഷമാവുകയാണ്. തുടർന്ന് ആ ചടങ്ങൊക്കെ കഴിഞ്ഞ ശേഷം അവരെല്ലാവരും അങ്ങനെ നിൽക്കുമ്പോൾ വന്നേ എന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ കൈകൊണ്ട് തട്ടി ശാലിനി വിളിക്കുന്നുണ്ട്. അന്നേരം എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞെന്നും പറഞ്ഞ് വിഷ്ണു ശാലിനിയുടെ കൈയും പിടിച്ചങ്ങ് ഉമ്മറത്തേക്ക് പോവുകയാണ്. അന്നേരം അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് അർജുൻ പ്രീതിയോട് ഇങ്ങനെ രഹസ്യമായിട്ട് ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല എന്നിങ്ങനെ പ്രീതി പറയുകയാണ്. ഇതേസമയം പുറത്തേക്ക് ശാലിനിയെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഇയാൾ കാര്യം മറന്നുപോയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം എന്ത് മറക്കാനായിട്ട്, എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്, ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് ശാലിനി അങ്ങ് പോകാൻ തുടങ്ങിയാണ്. അന്നേരം പിടിച്ചു നിർത്തിയിട്ട് ആ 100 കൂട്ടം അവിടെ നിൽക്കട്ടെ, ഈ ഒരൊറ്റ കാര്യത്തിൽ ഇയാൾ തീരുമാനം പറഞ്ഞ് എന്ന് പറയുകയാണ്. അന്നേരം എന്താ കാര്യമെന്നും പറഞ്ഞ് ശാലിനി നിൽക്കുകയാണ്. അന്നേരം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ ശാലിനിക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ശാലിനി പറയുന്നുണ്ട് വാവയുടെ നൂലുകെട്ട് എന്ന് പറയുമ്പോൾ അത് തന്നെ, അതവിടെ നിൽക്കട്ടെ, നൂലുകെട്ടിന് വരുമ്പോൾ നമ്മുടെ ശാന്തി മുഹൂർത്തത്തിൻ്റെ സമയം നോക്കാമെന്ന് പറഞ്ഞില്ലേ, അതിനൊരു തീരുമാനമാക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ ഓണത്തിൻ്റെ ഇടയ്ക്കാണോ പുട്ട് കച്ചവടം, അതൊക്കെ സത്യാമ്മ തീരുമാനിക്കട്ടെ എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അതായത് എനിക്ക് കച്ചവടം ചെയ്യാനായിട്ട് ഈ പുട്ട് മാത്രമേ ഉള്ളൂ, ഇയാൾ ഒരുമാതിരി കാല് മാറില്ലേ എന്നും പറഞ്ഞങ്ങ് വിഷ്ണു ദേഷ്യപ്പെടുകയാണ്. അന്നേരം ഇവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് സത്യഭാമ വാതിൽക്കലേക്ക് വരികയാണ്. സത്യഭാമ ഇതൊക്കെ കേൾക്കുകയാണ്. അന്നേരം ശാലിനി വീണ്ടും പറയുകയാണ്, അതൊക്കെ സത്യാമ്മ തീരുമാനിക്കട്ടെ, എനിക്കെങ്ങും പറയാൻ വയ്യാന്ന് പറയുകയാണ്. എന്നാൽ പിന്നെ വിഷ്ണുവേട്ടൻ പോയി പറയുന്ന
വിഷ്ണുവിനോട് ശാലിനി പറയുന്നുണ്ട്. ഇനി ഞാൻ പോയി പറയും, എനിക്ക് പറഞ്ഞാൽ എന്താ എന്നും പറഞ്ഞ് ഇങ്ങനെ ശാലിനി വിഷ്ണു അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സത്യഭാമ അങ്ങ് മാറിപ്പോവുകയാണ്. അന്നേരം പോയ വിഷ്ണു പകുതി വാതിൽക്ക് എത്തുമ്പോൾ നിൽക്കുകയാണ് അത് നാണത്തോടു കൂടി. അന്നേരം എന്താ സത്യാമ്മയുടെയും പ്രീതിയുടെയും മുമ്പിൽ വെച്ച് പറയാനായിട്ട് ലേശം നാണക്കേടുണ്ടല്ലേ എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം നാണം കൊണ്ടങ്ങ് തല ഉനിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് വിഷ്ണു. അന്നേരവും അമ്മ സത്യാമ്മ തീരുമാനിക്കട്ടെ എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. അമ്മ അതൊക്കെ മറന്നുപോയി കാണും, അമ്മയ്ക്ക് ഇതൊക്കെ ഓർമ്മിക്കാനാണോ നേരം എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു അവസാനം പറയാണ്, ഇപ്പം എന്താ വേണ്ടത്, ഞാൻ പോയി പറയണം, അത്രയല്ലേ വേണ്ടൂ, ഇപ്പം ഞാൻ തന്നെ പോയി പറയുമെന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ശാലിനി അങ്ങ് വായും വിളിച്ചിരിക്കുകയാണ്. ഇനി വിഷ്ണുവേട്ടൻ പറയുമോ എന്നുള്ള ഉദ്ദേശത്തിൽ വിഷ്ണുവിൻ്റെ പുറകെ ശാലിനിയും അങ്ങ് ഓടിച്ചെല്ലുന്നുണ്ട്. തുടർന്ന് ശാലിനി ഹാളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ രാഘവൻ നായരും അർജുനും പ്രീതിയും പിന്നെ സത്യാമ്മയും ജ്യോത്സ്യരെന്തോ ഇരുന്നങ്ങ് കുറിക്കുകയാണ്. അന്നേരം പ്രീതി വിളിക്കുന്നുണ്ട്, ബാ ഇങ്ങോട്ടിരിക്കുകയെന്ന്. അന്നേരം പ്രീതിയുടെ അടുത്തേക്ക് ശാലിനി സെറ്റിയിലേക്ക് ചെന്നിരിക്കുന്നുണ്ട്. അന്നേരം വാവ എന്ത് ചെയ്യും ചോദിക്കുമ്പോൾ വാവ ഉറങ്ങിയെന്ന് പ്രീതി പറയുകയാണ്. ഇവിടെ എന്താ സംഭവമെന്ന് ശാലിനി ചോദിക്കുകയാണ്. അന്നേരം നിൻ്റെയും വിഷ്ണുവേട്ടൻ്റെയും ശാന്തി മുഹൂർത്തത്തിനുള്ള സമയം കുറിക്കുകയാണ് എന്നിങ്ങനെ പ്രീതി പറയുമ്പോൾ ശാലിനിക്ക് ആകെ ചമ്മലും നാണവും ഒക്കെ വരികയാണ്. തുടർന്ന് രാഘവൻ നായരും അർജുനും ഒക്കെ ശാലിനിയെ നോക്കി അങ്ങ് ചിരിക്കുകയാണ്. ഈ സമയത്താണ് അങ്ങ് ഒരു ദേഷ്യഭാവത്തോടെ കൈയൊക്കെ ചുരുട്ടിക്കൊണ്ട് വിഷ്ണു വരുന്നത്. അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നിങ്ങനെ അടുത്ത് ചെന്ന് പറയുകയാണ്. അപ്പം മിണ്ടരുത് എന്നിങ്ങനെ സത്യഭാമ കൈ കൊണ്ട് കാണിക്കുകയാണ്. അന്നേരം വിഷ്ണു ഒരു നിമിഷം നിൽക്കുന്നുണ്ട്. എന്നിട്ട് അതേസമയം ശാലിനി പറയല്ലേ എന്നിങ്ങനെ കണ്ണുകൊണ്ടൊക്കെ കാണിക്കുകയാണ്. അന്നേരം പ്രീതി അതൊക്കെ കണ്ടങ്ങ് ചിരിക്കുകയാണ്. ഇല്ല ഞാൻ പറയും എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. വീണ്ടും വിഷ്ണു എന്തോ പറയാനായിട്ട് വരുമ്പോൾ ബാ ഇരിക്കുമെന്നും പറഞ്ഞ് അർജുൻ പെട്ടെന്ന് വിഷ്ണുവിനെ പിടിച്ചങ്ങ് തൻ്റെ അടുത്തേക്ക് ഇരിക്കുകയാണ്. എന്തൊരു കഷ്ടമാണിത് എന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തോടെ വിഷ്ണു അവിടെ ഇരിക്കുകയാണ്. തുടർന്ന് വിഷ്ണു അങ്ങ് അർജുനോട് ചോദിക്കുകയാണ്, ഇയാൾ ആരുടെ ചാവടിയന്ത്രത്തിനുള്ള നേരമാണ് കുറിക്കുന്നതെന്ന്. അന്നേരം അർജുൻ കുറച്ചുകൂടി വിഷ്ണുവിൻ്റെ ദേഷ്യത്തിന് കുറച്ചുകൂടി എരിയേറ്റാനായിട്ട് പറയുകയാണ്. അതെ ഞാൻ വിചാരിച്ചത് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അർജുൻ പറഞ്ഞു തുടങ്ങുകയാണ്. സുസ്മിതയുടെ വിവാഹം കഴിഞ്ഞിട്ട് വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും ശാന്തി മുഹൂർത്തം എന്നല്ലേ സത്യാമ്മ പറഞ്ഞിരുന്നത്. ജ്യോത്സ്യനുള്ളപ്പോൾ മുഹൂർത്തം കുറിക്കാമെന്നാണ് ഞാനും വിചാരിച്ചത്. പക്ഷേ സത്യാമ്മയ്ക്കാണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയും ബിസിനസ്സിലാണ് എപ്പോഴും താല്പര്യം എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു സംഭവം ഒന്നും മനസ്സിലാകാതെ സത്യാമ്മയും അർജുനെയും പ്രീതിയെയും ഒക്കെ മാറി മാറി നോക്കുകയാണ്. അന്നേരം പ്രീതിയും ശാലിനിയും കൂടി അങ്ങ് ചിരിക്കുകയാണ്. തുടർന്ന് അർജുൻ പറയുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വിഷ്ണുവിനെ വിജയവാഡയിലേക്ക് അയക്കാനാണ് സത്യാമ്മയുടെ തീരുമാനം എന്ന് പറയുന്നു. അന്നേരം ഏത് വാഡയിലേക്ക് എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ്. വിജയവാഡയിലേക്ക്. ഇപ്പോൾ തക്കാളിക്ക് ഭയങ്കര വിലയല്ലേ, വിഷ്ണു അവിടെ പോയി തക്കാളി കൃഷി പഠിച്ചിട്ട് ഇവിടെ വന്ന് കൃഷി ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് എപ്പോഴാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ള സമയം ഇപ്പം കുറിക്കും കേട്ടോ എന്നൊക്കെ പറയുകയാണ്. അന്നേരം അവിടേക്ക് എൻ്റെ പട്ടി പോവും, അത് അവിടെ ആന്ധ്രയിലല്ലേ വിജയവാഡ എന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. അല്ലാതെ കേരളത്തിലൊരു വിജയവാഡ ഉള്ളതായിട്ട് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് അർജുൻ അങ്ങ് എരികേറ്റുകയാണ്. തുടർന്ന് ഞാൻ പോവില്ല എന്നൊക്കെ വിഷ്ണു ഇരുന്ന് പറയുകയാണ്. അന്നേരം സമയം ഇപ്പം കുറിക്കും കേട്ടോ എന്ന് അർജുൻ വിഷ്ണുവിന് വീണ്ടും അങ്ങ് എരിയേറ്റിക്കൊണ്ട് പറയുകയാണ്. തുടർന്ന് തിരുമേനി പറയുകയാണ്, ഇന്ന് രാത്രി 10:55 തുടങ്ങി വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ശുഭമായിട്ട് പര്യവസാനിക്കും, ധനലാഭവും സാമ്പത്തികവും ഒക്കെ ഉണ്ടാകും എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു അങ്ങ് വായം തുറന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അർജുനോട് എൻ്റെ പട്ടി പോകും രാത്രി 10:55 എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം എന്താ സമ്മതമല്ലേ എന്നിങ്ങനെ അങ്ങനെ ആയിക്കോട്ടെ കാര്യങ്ങൾ അല്ലേ ശാലിനി എന്നിങ്ങനെ ഭാമ ചോദിക്കുകയാണല്ലോ. ശാലിനിക്ക് അങ്ങ് നാണം വന്ന പ്രീതിയുടെ പുറകിലേക്ക് അങ്ങ് ശാലിനി മുഖം മറയ്ക്കുകയാണ്. തുടർന്ന് അർജുൻ പറയുന്നുണ്ട്, ദേ എല്ലാ കാര്യങ്ങളും തീരുമാനമായി, ശാലിനിക്കും സമ്മതം തന്നെയാണ്, അവൾ സമ്മതിച്ചു എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു അങ്ങ് വായും തുറന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നോട് ഇപ്പോൾ സമ്മതം ചോദിക്കുമെന്ന്. അന്നേരം ആ സമയത്ത് തന്നെ ഭാമ ചോദിക്കുന്നുണ്ട്, എന്താ വിഷ്ണു അങ്ങനെ തീരുമാനിക്കട്ടെ കാര്യങ്ങളൊന്ന്. തുടർന്ന് വിഷ്ണു അങ്ങ് ചാടി എഴുന്നേറ്റ് പറയുകയാണ്, അങ്ങനെയൊന്നും പറ്റില്ല, എനിക്ക് സമ്മതമല്ലെങ്കിലോ, എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നോട് ചോദിച്ചു വിട്ട് വേണ്ടേന്നും പറഞ്ഞ് വിഷ്ണു നിൽക്കുകയാണ്. എന്നിട്ട് സംഭവമൊന്നും മനസ്സിലാകാതെ ഭാമയും എന്തു വാടാന്നൊക്കെ രാഘവൻ നായരും ചോദിക്കുകയാണ്. തുടർന്ന് ശാലിനിയും വിചാരിക്കുന്നുണ്ട് വിഷ്ണുവേട്ടൻ ഇത് എന്താ പറ്റിയെന്ന്. അന്നേരം പ്രീതി അങ്ങ് എഴുന്നേറ്റ് പറയുകയാണ്, വിഷ്ണുവേട്ടൻ എന്തായി പറയുന്നത് എന്ന് പ്രീതി എഴുന്നേറ്റെന്ന് ചോദിക്കുമ്പോൾ, നീ മിണ്ടാതിരി പെണ്ണെ, നിനക്ക് ഈ കാര്യത്തിലൊന്നും വലിയ പിടിയില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ പ്രീതിയും അങ്ങ് അന്തം വിടുകയാണ്. വിഷ്ണു എന്താണ് പറയുന്ന ഉദ്ദേശത്തിൽ. പക്ഷേ ഇതിനെല്ലാം തിരികൊളുത്തി അർജുൻ ഇന്നങ്ങ് മുഖം പൊത്തിച്ചിരിക്കുകയാണ്. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട്, ഈ കൃഷിയൊന്നും എനിക്കറിയത്തില്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം കൃഷി എന്നൊക്കെ വായും വിളിച്ച് ശാലിനി നിൽക്കുകയാണ്. തുടർന്ന് തിരുമേനി പൊയ്ക്കോളൂ എന്ന് ഇങ്ങനെ സത്യഭാമ പറയുമ്പോൾ, എനിക്ക് തിരുമേനിയെ കൊണ്ട് ഒരു സമയം കൂടി നോക്കിക്കാനുണ്ട് എന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം തിരുമേനി അങ്ങ് രണ്ടുപേരെയും നോക്കുകയാണ്, വിഷ്ണുവിനെയും സത്യഭാമയും. അതായത് ഞാൻ
ഞാൻ പറഞ്ഞത് തിരുമേനി കേട്ടാൽ മതി, പിള്ളയെ ദക്ഷിണ കൊടുക്കുക എന്ന് പറഞ്ഞ് പിള്ള തിരുമേനിയെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. വിഷ്ണു ആണെങ്കിലോ പരസ്പര ബന്ധമില്ലാതെ, അല്ല തിരുമേനി നമ്പൂതിരി നിൽക്ക്, എനിക്ക് സമയം നോക്കാനുണ്ട് എന്നൊക്കെ പറയുകയാണ്. എല്ലാവരും വിഷ്ണുവിനെ തന്നെ നോക്കിയിരിക്കുകയാണ്, വിഷ്ണു എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെയുള്ളൊരു ഉദ്ദേശത്തില്ല. തുടർന്ന് എൻ്റെ അമ്മയെ എനിക്കൊരു കാര്യം എന്നിങ്ങനെ വീണ്ടും വിഷ്ണു പറഞ്ഞതങ്ങ് താളം ചവിട്ടുകയാണ്. അന്നേരം പോടാ ചെറുക്ക അവിടെ നിന്ന്, അവൻ്റെ ഒരു അഹങ്കാരം എന്ന് പറഞ്ഞിട്ട് സത്യഭാമ അങ്ങ് റൂമിലേക്ക് പോവുകയാണ്. തുടർന്ന് വിഷ്ണു വീണ്ടും രാഘവൻ നായരോട് പറയുകയാണ് അച്ഛനെങ്കിലും ഒന്ന് എന്നെ ഒന്ന് മനസ്സിലാക്കുക, അമ്മയോടൊന്ന് പറയുന്നൊക്കെ പറയുകയാണ്. അന്നേരം നിനക്കിത്ര രഹസ്യമായിട്ട് എന്താണ് അമ്മയോട് പറയാനുള്ളത്, എന്താടാ എന്നൊക്കെ രാഘവൻ നായർ ചോദിക്കുമ്പോൾ എൻ്റെ ശാലിനിയിൽ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു ശ്വാസം അങ്ങ് നല്ലോണം വിട്ട ശേഷം പെട്ടെന്ന് മുഖം കൊടുക്കാതെ വിഷ്ണു പറയുന്നുണ്ട് എൻ്റെ ശാലിനിയുടെ ശാന്തി മുഹൂർത്തമെന്ന്. അന്നേരം അങ്ങ് ചിരിക്കുകയാണ് ശാലിനിയും പ്രീതിയും അർജുനും ഒക്കെ. തുടർന്ന് രാഘവൻ നായർ ദേഷ്യപ്പെടുകയാണ്, എടാ പൊട്ട, അതിൻ്റെ മുഹൂർത്തമല്ലേ ഇപ്പോൾ ഒരു ജ്യോത്സ്യരി കുറിച്ചത്, അതിൻ്റെ കാര്യമല്ലേ നിൻ്റെ അമ്മ പറഞ്ഞത്, നീ അതല്ലേ വേണ്ടാന്ന് പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു അന്തം വിടുകയാണ്. അപ്പോൾ വിജയവാഡയിലെ തക്കാളി കൃഷി എന്നൊക്കെ പറയുമ്പോൾ തക്കാളി കൃഷി അവൻ്റെ ഒന്ന് ചെറുക്കാന്നും പറഞ്ഞ് രാഘവൻ നായരും വഴക്ക് പറയുകയാണ്. അന്നേരമാണ് അർജുൻ്റെ മുഖം വിഷ്ണു ശ്രദ്ധിക്കുന്നത്. തുടർന്ന് വിഷ്ണുവിനെ മനസ്സിലാകുന്നുണ്ട് അർജുൻ തന്നെ പറ്റിച്ചതാണെന്ന്. തുടർന്ന് അർജുൻ അങ്ങ് തലയറിഞ്ഞ് ചിരിക്കുന്നത് കണ്ട് എടാ കള്ള വക്കീലേന്നും പറഞ്ഞ് അർജുൻ ഇരുന്ന സ്ഥലത്തേക്ക് വിഷ്ണു അങ്ങ് ചാടി വീഴുകയാണ്. അപ്പോഴേക്കും അർജുൻ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിയിട്ടുണ്ടായിരുന്നു. സെറ്റിലേക്ക് വീണ വിഷ്ണു നിൽക്കുക കള്ള വക്കീലേന്നും പറഞ്ഞ് അർജുനെ പിടിക്കാൻ ഓടുകയാണ്. അന്നേരം പ്രീതിയോട് പറയുന്നുണ്ട്, കേസ് വാദിക്കാനായിട്ട് നീ വേറെ വക്കീലിനെ നോക്കിക്കോ, അച്ഛൻ്റെ വക്കീൽ മരുമകനെ ഞാനിന്ന് കൊല്ലും എന്നൊക്കെ പറഞ്ഞ് അർജുനെ അവിടെ കേട്ട് ഓടിക്കുകയാണ് വിഷ്ണു. അത് കണ്ടങ്ങ് ചിരിക്കുകയാണ് രാഘവൻ നായരും ശാലിനിയും പ്രീതിയും ഒക്കെ. തുടർന്ന് മുറ്റത്ത് മൊത്തമായിട്ട് ഓട്ടിക്കുന്നുണ്ട്, എടാ പറട്ട വക്കീലെ അവിടെ നിന്നോ, നിന്നെ ഞാൻ പിടിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇന്നാ എന്നെ പിടിക്കാനാ, വെള്ളിയാഴ്ചയോ തിങ്കളാഴ്ച ആവട്ടെ പോണ്ടേ വിജയവാഡയിലേക്ക് എന്നൊക്കെ പറഞ്ഞ് ഓടുന്തോറും അർജുൻ കളിയാക്കുന്നുണ്ട്. തുടർന്ന് അർജുൻ അങ്ങ് ഓടി മുറ്റത്തേക്ക് അങ്ങ് ഓടി മാറുകയാണ്. അന്നേരം നമുക്ക് പോണ്ടേ വിജയവാഡയിലേക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു തന്നെ വക്കീലെ തന്നെ എൻ്റെ കയ്യിൽ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്നൊരു കല്ലെടുത്ത് അങ്ങ് അർജുനെ എറിയുകയാണ്. അയ്യോ എറിയല്ലേന്നും പറഞ്ഞ് അങ്ങ് ഓടി മാറുകയാണ് അർജുൻ. ഇതേസമയം ബഹളമൊക്കെ കേട്ടുകൊണ്ട് ഭാമ വരികയാണ്. എന്താ രാഘവേട്ട ഇവിടെ ഒരു ശബ്ദം കേട്ടത്, എല്ലാവരും എന്തിനാ നിന്ന് ചിരിക്കുന്നതെന്നൊക്കെ ഭാമ ചോദിക്കുകയാണ്. അന്നേരം ഭാമ ഇങ്ങോട്ട് വന്നേ, ഞാൻ പറഞ്ഞു തരാം, പിള്ളേർ കേൾക്കണ്ടെന്നും പറഞ്ഞ് ഭാമ അടുത്തേക്ക് വിളിച്ച് രാഘവൻ നായർ കാര്യമൊക്കെ പറയുകയാണ്. പൊട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട്, ആണോ അങ്ങനെയാണോ എന്നും പറഞ്ഞ് ഭാമയും അങ്ങ് ചിരിക്കുകയാണ്. എന്നിട്ട് ഭാമ അങ്ങോട്ട് ഇരിക്കുകയാണ്. എന്നിട്ട് ഭാമ പറയുന്നുണ്ട്, ഞാൻ കരുതി ഇനി അവൻ കാരണം ശാലിനിയുടെ ശാന്തി മുഹൂർത്തം മുടങ്ങുമോ എന്ന് പേടിച്ചു എന്നിങ്ങനെ പറയുമ്പോൾ കുറച്ച് ജ്യൂസൊക്കെ ആയിട്ട് സുസ്മിത അടുക്കളയിൽ നിന്നും വരുന്നത്. അന്നേരം ശാലിനിയുടെ ശാന്തി മുഹൂർത്തം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് സുസ്മിത പെട്ടെന്ന് നന്തം വിട്ട കയ്യിരുന്ന ട്രേയും ഗ്ലാസും എല്ലാം കൂടെ അങ്ങ് തറയിൽ വീണ് പൊട്ടുകയാണ്. അന്നേരം എന്താ സുസ്മിത എന്താ പറ്റിയത് എന്നിങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ അത് സുസ്മിതയുടെ കാലിൽ എന്തോ തടഞ്ഞെന്ന് തോന്നുന്നു അല്ലേ സുസ്മിത എന്ന് ശാലിനി അങ്ങ് ചോദിക്കുകയാണ്. അന്നേരം അതേ എന്ന് പെട്ടെന്ന് പറഞ്ഞ് സുസ്മിത അങ്ങ് പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കൂടി സഹായിക്കാമെന്ന് പറഞ്ഞ് ശാലിനിയും കൂടി ആ ഗ്ലാസ്സൊക്കെ പറക്കാനായിട്ട് സുസ്മിതയുടെ അടുത്തേക്ക് അങ്ങ് നിലത്തിരിക്കുകയാണ്. അന്നേരം ശാലിനിയും സുസ്മിതയും മുഖത്തോട് മുഖമാണ് ആ നിലത്തിരിക്കുന്നത്. എന്നിട്ട് ആ ഉടഞ്ഞ ചില്ല് ഗ്ലാസ് ഇങ്ങനെ ഉയർത്തി സുസ്മിതയുടെ നേരെ കാണിക്കുകയാണ് ശാലിനി. അത്രയും ആകുമ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.